Today in our video, we are going to discuss the 2-mark level of questions from the chapter Some Applications of Trigonometry. We Introduction to Trigonometry in the chapter base 2-mark level and 3-mark level maximum number of questions cover cheythu kazhinju. Okay, ini namukku idu enganeyana oru real life situation like allengil heights and distance related question like the principles of trigonometry apply cheyyunnathu ennaanu nammade Some Applications of Trigonometry ennu parayna chapter il padikkanulladu. So aa chapter il ninnulla 2-mark level of questions in the series aanu nammal start cheyyunnathu. So let's get started. So let us move to our first question, and the question is from the top of a lighthouse. Okay, namukku oru lighthouse undu, adinte top il ninnum 40 meter above the water. This lighthouse ennu parayna endana 40 meter above the water aanu adinte top bhagam ullathu. Top of the lighthouse ennu parayunnathu is 40 meter above the water surface. The angle of depression of a small boat is 60 degree. Okay, avade ninnum oru boat swabhavayayittu evide irikkum undava water inde surface il irikkum undava adilekulla angle of depression 60 degree aanennu parayunu. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ find how far the boat is from the base of the lighthouse. So ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കൂടുതലും നമുക്ക് കൺഫ്യൂഷൻ ഉള്ളത് ഡയഗ്രാം വരയ്ക്കുന്നതിലായിരിക്കും. അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് സിമ്പിൾ ഡയഗ്രാംസ് ഫോം ചെയ്ത് നമ്മൾ എന്താണ് അബ്സ്ട്രാക്ട് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ട്രിഗണോമെട്രി നോക്കും. പിന്നെ നമ്മൾ എന്താണ് കോംപ്ലിക്കേറ്റഡ് ലെവൽ ഫിഗേഴ്സ് തനിയെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പഠിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദ സിമ്പിൾ ഡയഗ്രാമാറ്റിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ അപ്പോൾ നോക്കാം നമ്മളോട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. നമ്മളോട് പറയുന്നത് വി ഹാവ് എ വാട്ടർ സർഫേസ് there. ഓക്കെ, വാട്ടർ സർഫേസ് ഉണ്ട്. ആൻഡ് ഈ വാട്ടർ സർഫേസിൽ നിന്നും എന്താണ് നമുക്ക് 40 മീറ്റർ ഉയരത്തിലാണ് എന്തുള്ളത് നമ്മുടെ ലൈറ്റ് ഹൗസിന്റെ ടോപ്പ് ഭാഗം ഉള്ളത്. ഓക്കെ, സോ ഇത് നമ്മുടെ ലൈറ്റ് ഹൗസ് ആണെന്ന് വിചാരിക്കുക, ലൈറ്റ് ഹൗസിന്റെ ടോപ്പ് ഭാഗം ഉള്ളത്. പിന്നെ നമ്മൾക്ക് പറയുന്നുണ്ട് ഈ ടോപ്പിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബോട്ട് ഉണ്ട്. ഓക്കെ, സപ്പോസ് ഈ വാട്ടർ സർഫസിൽ ബോട്ടിന്റെ പൊസിഷൻ ഞാൻ ഇവിടെയാണ് മാർക്ക് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. ഇവിടെയാണ് ബോട്ട് ഉള്ളത് എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ബോട്ടിലേക്ക് എവിടെ നിന്നും ഈ ഒരു ലൈറ്റ് ഹൗസിന്റെ ടോപ്പിൽ നിന്നുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പൊ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ കൺസിഡർ ചെയ്യേണ്ടത്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒബ്സർവറിനേക്കാൾ താഴെ ആയിരിക്കും. അങ്ങനെ ഉള്ളപ്പോഴാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എടുക്കുക. ആൻഡ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എവിടെ നിന്നാണോ കൺസിഡർ ചെയ്യുന്നത് അവിടെ ഒരു ഹൊറിസോണ്ടലിനെ കൺസിഡർ ചെയ്യും. ഓക്കെ, ആ ഹൊറിസോണ്ടലിൽ നിന്നും നമ്മുടെ ഒബ്ജക്റ്റിലേക്കുള്ള ആ ഒരു ലൈൻ ഓഫ് സൈറ്റ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത്, ഈ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആയ 60 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് എ ഫിഗർ ക്ലിയർ? ഓക്കെ, എങ്ങനെയാ പറഞ്ഞത്, നമുക്ക് എന്തുണ്ട്, ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ഓക്കെ, ആ ലൈറ്റ് ഹൗസിന്റെ ടോപ്പ് ഭാഗം വാട്ടർ സർഫേസിൽ നിന്നും 40 മീറ്റർ 40 മീറ്റർ ഉയരത്തിലാണുള്ളത്. ആ ലൈറ്റ് ഹൗസിന്റെ ആ മുകൾ ഭാഗത്ത് നിന്നും വാട്ടർ സർഫേസിലുള്ള ഒരു സ്മോൾ ബോട്ടിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഇസ് പ്രൊവൈഡഡ് ആസ് 60 ഡിഗ്രി ഇൻ മെഷർമെന്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കൺസിഡർ ചെയ്യണം, നമ്മൾ ആ നിൽക്കുന്നത് ടോപ്പ് ഓഫ് ദ ലൈറ്റ് ഹൗസ്, വി ഷുഡ് കൺസിഡർ എ ഹൊറിസോണ്ടൽ there, ആൻഡ് അവിടെ നിന്നും എന്ത് ചെയ്യുക, യു ഷുഡ് കൺസിഡർ ദ ലൈൻ ഓഫ് സൈറ്റ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ദ ഒബ്സർവർ ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഹൊറിസോണ്ടൽ. ഓക്കെ, ദ ആംഗിൾ ബിറ്റ്വീൻ ദ horizontal and the line of sight അതാണ് angle of depression എന്ന് പറയുന്നത്, and it is provided as 60 degree in the question. Okay, so അങ്ങനെയാണെന്നുണ്ടെങ്കിൽ how will we calculate the distance, the distance of the boat from the base of the lighthouse? That is, in this figure we have to calculate the value of BH. ഓക്കെ, സോ എങ്ങനെ കണ്ടുപിടിക്കാം, ഈ ഡയഗ്രാം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദിസ് ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളില് പക്ഷെ നമുക്ക് എന്താണ് വൺ സൈഡേ ഉള്ളൂ. ഓക്കെ, വൺ സൈഡ് മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ രണ്ട് സൈഡ് വേണം, എങ്കിൽ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാം യൂസിങ് പൈതഗോറസ് തിയറം. ഇവിടെ നമുക്ക് ഒരു സൈഡേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു സൈഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ, അത് മാത്രം വെച്ചിട്ട് നമുക്ക് ബാക്കി രണ്ട് സൈഡുകൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു ആംഗിളൂടെ കിട്ടിയാൽ നമുക്ക് ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യാം. അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് ആംഗിൾ ഓഫ് ഡിപ്രഷൻ തന്നിട്ടുണ്ടല്ലേ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഇവിടെയാണ്.
നമുക്ക് ഈ റൈറ്റ് ആംഗിളിന്റെ അകത്താണ് ആംഗിൾ വേണ്ടത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ വാട്ടർ സർഫസിനെയും നമ്മൾ ആ ടോപ്പ് ഓഫ് ദി ലൈറ്റ് ഹൗസിൽ കൺസിഡർ ചെയ്ത ഹൊറിസോണ്ടലും ഫോം എ പെയർ ഓഫ് പാരലൽ ലൈൻസ്. അങ്ങനെയാണെങ്കിൽ BL can be considered as a transversal there. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ this angle and this angle will form the alternate interior angle pairs and they will be equal in measurement. ഇവർ alternate angle pairs ആണ്, അവരെന്തായിരിക്കും ഈക്വൽ മെഷർമെന്റ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. സോ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നോക്കിക്കോ, ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നു in right angle triangle BHL 90 ഡിഗ്രി ഇല്ലാത്ത ആംഗിൾ ആരാണ്, 60 ഡിഗ്രി. ഓക്കെ, മെഷർമെന്റ് ഉള്ള സൈഡ് ഏതാണ്, LH. അത് ഈ ആംഗിളിനെ സംബന്ധിച്ചതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ്, ഓപ്പോസിറ്റ് സൈഡ് ആണ്. ആരാണ്, LH. ഓക്കെ, ഡിവൈഡഡ് ബൈ മെഷർമെന്റ് കണ്ടുപിടിക്കേണ്ട സൈഡ് ആരാണ്, അതിന്റെ അഡ്ജസന്റ് സൈഡ് ആണ് അല്ലേ. ഓക്കെ, അഡ്ജസന്റ് സൈഡ് ആണ്, ദാറ്റ് ഈസ് BH. സോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആരാണ് നമുക്ക് തരാ, tan. ഓക്കെ, സോ എനിക്ക് പറയാൻ പറ്റും tan 60 is equal to LH divided by BH. What is the value of tan 60? It is √3. From the trigonometric ratio table, the value of tan 60 is √3. So square root of 3 is equal to LH. LH is equal to 40 divided by BH. BH ആണ് എന്തെന്ന് പറയുന്നത് the distance of the boat from the base of the lighthouse. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൾ. Okay, so BH ഇങ്ങനെ ഞാൻ കൊടുക്കുകയാണ്, which implies എനിക്ക് പറയാൻ പറ്റും BH എന്ന് പറയുന്നത് is equal to 40 divided by √3 മീറ്റർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുക. 40 divided by √3. അപ്പോൾ ഒരിക്കലും ഒരു ഇറാഷണൽ നമ്പർ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഇങ്ങനെ താഴെ കൊടുക്കാം, ഡിനോമിനേറ്ററിൽ വരാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, is equal to 40 divided by √3 into √3 by √3 ഈ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കിട്ടും, എന്താണ് 40/3. ഓക്കെ, 40/3 √3 സെന്റിമീറ്റർ. ഓക്കെ, സോറി സെന്റിമീറ്റർ അല്ല, നമ്മുടെ യൂണിറ്റ് മീറ്റർ ആണ്. സോ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ മീറ്റർ. സോ ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ബോട്ട് ഇൻ ദ വാട്ടർ സർഫസ് ഫ്രം ദ ബേസ് ഓഫ് ദി ലൈറ്റ് ഹൗസ് പ്രൊവൈഡഡ് ഹിയർ. ക്ലിയർ? So let us move to the next question, and the question is നമ്മളോട് ഇവിടെ പറയുന്നത് sky sails is that genre of engineering science that uses extensive utilization of wind energy to move a vessel in the sea water. Okay, അതൊന്നും നമുക്ക് ആവശ്യമില്ല. ആക്ച്വലി നമുക്ക് ആവശ്യമുള്ള എവിടെ മുതലാണെന്ന് അറിയാമോ, ദാ ഇവിടെ മുതൽ നമുക്ക് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. Can you see this? In this figure നമ്മളോട് പറയുന്നു in the given figure sin theta. Okay, sin theta is equal to എന്താണ്, sin theta is equal to cos 3 theta minus 30. Okay, ഇങ്ങനെ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് പറയുന്നു where theta and 3 theta minus 30 are acute angles, then you have to find the value of theta there. ആക്ച്വലി ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് കോംപ്ലിമെന്ററി ആംഗിൾ കോൺസെപ്റ്റ് ആണ്. അത് നിങ്ങൾക്ക് എന്താണ് പോർഷനിൽ നിന്ന് റിമൂവ് ആയിട്ട് വരുന്ന ഒരു സെക്ഷൻ ആണ്. പക്ഷേ ഈ ഒരു രീതിയിൽ തീറ്റ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ബാലൻസ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ഇതിൽ തീറ്റ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ പോലും ഈ തീറ്റ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ട് ഇതേ ക്വസ്റ്റ്യൻ തന്നെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഫോക്കസ് ചെയ്ത് ചോദിക്കാം. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിട്ട് എടുത്തത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് 3 തീറ്റ മൈനസ് 30. നമുക്ക് അറിയാവുന്ന കാര്യമാണ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റൊരു രീതിയിൽ എഴുതാം, എന്താണ് കോസ് എങ്ങനെയാ 90 മൈനസ് തീറ്റ. കോസ് 90 മൈനസ് തീറ്റ ആണ് സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ എനിക്ക് സൈൻ തീറ്റയ്ക്ക് വരും കോസ് 90 മൈനസ് തീറ്റ കൊടുത്താൽ ഇതിനെ ഈ ഇക്വേഷൻ കോസ് 90 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് 3 തീറ്റ മൈനസ് 30 എന്ന് കിട്ടും. That means ഇവർ രണ്ടും equal ആണ്. Cos of one angle is equal to cos of another angle. That means the angle is equal to each other. Okay, so അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും എന്താ 90 minus theta is equal to 3 theta minus 30. ഈ ഫോർമുല എടുക്കാനായിട്ട് പറ്റും. Okay, degree there. Okay, degree കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. അപ്പൊ നോക്കിയേ 3 തീറ്റ പ്ലസ് തീറ്റ ഇസ് ഈക്വൽ ടു എത്ര കിട്ടും എനിക്ക് 4 തീറ്റ ആൻഡ് 90 മൈനസ് 30 ഇപ്പുറം വരുമ്പോൾ പ്ലസ് 30 ആയിട്ട് മാറും. ദാറ്റ് ഇസ് ഈക്വൽ ടു 120 ഡിഗ്രി ആൻഡ് തീറ്റ ഇസ് ഈക്വൽ ടു 120 ഡിവൈഡഡ് ബൈ 4 വിച്ച് ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. കണ്ടോ, 30 ഡിഗ്രി നമുക്ക് തീറ്റയ്ക്ക് കിട്ടും. ഇത് കോംപ്ലിമെന്ററി ആംഗിൾ കോൺസെപ്റ്റ് ആണ്. പക്ഷേ ഇതില്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചോദിക്കാം, ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ദാറ്റ് ഈസ് ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ആംഗിൾ തീറ്റ 30 ഡിഗ്രി ആണ്, തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി ആണ് എന്ന് തന്നിട്ട് നിങ്ങളോട് ചോദിക്കാം.
സോ ഇനി നമുക്ക് സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കാം. Okay, what should be the length of the rope? Okay, can you see this figure? ഈ ഫിഗറിലെ ഈ റോപ്പിന്റെ ഈ ലെങ്ത് ആണ് AC. ഇത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. Okay, in order to pull the ship at the angle theta calculated above. In the first sub questionൽ നമുക്ക് കിട്ടിയ theta value എത്രയാണോ? Okay, അപ്പോൾ എനിക്ക് പറയേണ്ട പറ്റിയ എത്രയാണ് നമുക്ക് കിട്ടിയത്? 30 ഡിഗ്രി ആണ് കിട്ടിയത് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പറയുന്നു ഇതിനെ എന്താണ് ഒരു vertical height of 20 meter. Sorry, ഒരു vertical height of 200 മീറ്ററിലാണ് സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് 200 മീറ്റർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് ദ റോപ്പ് ആണ് ചോദിക്കുന്നത്. സോ ഈ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് വി ഗോട്ട് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഹിയർ ആൻഡ് ദിസ് ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു എന്താണ് 30 ഡിഗ്രി ആണ് ഫ്രം ദ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. ആൻഡ് ഇത് നമുക്ക് ഇൻ ദ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ യു ആർ പ്രൊവൈഡഡ് ലൈക്ക് ദ വെർട്ടിക്കൽ ഹൈറ്റ്. ഓക്കെ, ഹൈറ്റ് should be 200 meter. So അങ്ങനെയാണെങ്കിൽ we can see a right angle triangle here. In right angle triangle ABC 90 ഡിഗ്രി അല്ലാത്ത ആംഗിൾ ആരാണ്? 30 ഡിഗ്രി ആണ്. ആ ആംഗിളിനെ സംബന്ധിച്ച് എനിക്ക് മെഷർമെന്റ് ഉള്ള സൈഡ് എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ആണ് AB. ഓക്കെ, ഡിവൈഡഡ് ബൈ എനിക്ക് മെഷർമെന്റ് കണ്ടുപിടിക്കേണ്ടത് റോപ്പിന്റെ ലെങ്ത് ആണ്. അത് അതിന്റെ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഓക്കെ, ഹൈപ്പോട്ടിന്യൂസ് ആണ് which is equal to AC. So opposite side by hypotenuse എന്ന് പറഞ്ഞാൽ ആരാണ്? സൈൻ ആണ് അല്ലേ? So sin 30. അപ്പോൾ sin 30 is equal to 1/2 which is equal to AB. AB എത്രയാണ്? 200 ആണ് divided by AC. ഓക്കെ, AC ആണ് വരിക. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് കിട്ടി AC യുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 200 into 2 which is equal to 400 meter. So this is the answer. So ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ 30 ഡിഗ്രി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ട് ചോദിക്കാം. കോംപ്ലിമെന്ററി ആംഗിൾ കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഈ തീറ്റ വാല്യൂ നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്യാം. ക്ലിയർ? So let us move to the next question and the question is if the shadow of a tower is 30 meter. Okay, ഒരു ടവറിന്റെ ഷാഡോ 30 മീറ്റർ ആണ്. ഷാഡോ എന്ന് പറയുമ്പോൾ എപ്പോഴും എവിടെ കൺസിഡർ ചെയ്യണം? യു ഷുഡ് കൺസിഡർ ഇറ്റ് ഓൺ ദ ഗ്രൗണ്ട് ലെവൽ. ഓക്കെ, ഷാഡോ എപ്പോഴും ഗ്രൗണ്ടിലാണ് ഫോം ചെയ്യുക. And when the sun's elevation is 30 degree, സണ്ണിന്റെ elevation 30 ഡിഗ്രി ആയിരുന്നപ്പോൾ ആ ടവറിന്റെ ഷാഡോ 30 മീറ്റർ ആണ്. ഓക്കെ, സപ്പോസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതെന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ സിറ്റുവേഷൻ ആണ് വരുന്നത്. ഓക്കെ, സപ്പോസ് ഞാൻ ഇതിനെ ABC എന്ന് വിളിക്കാം. അപ്പോ ഈ AB ആണ് നമ്മുടെ ടവറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് സൺ ഓക്കെ 30 ഡിഗ്രി ആകുന്ന സമയത്ത് നമുക്ക് എന്തെന്ന് പറയാനായിട്ട് പറ്റും? ഇതിന്റെ ലെങ്ത്, ഷാഡോയുടെ ലെങ്ത് 30 മീറ്റർ ആണെന്ന് പറയാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. ഇനി നമ്മളോട് പറയുന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഷാഡോ വെൻ ദ സൺസ് എലിവേഷൻ ഇസ് 60 ഡിഗ്രി. ഇപ്പൊ സണ്ണിന്റെ ഇലവേഷൻ 60 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഷാഡോയുടെ ലെങ്ത് എത്രയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ കേസ് നമ്പർ 1 ആണ്. ഓക്കെ, കേസ് നമ്പർ 1 ആൻഡ് ഇത് നമ്മുടെ കേസ് 2 ആണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ ഫിഗറിൽ തന്നെ വരയ്ക്കാം കേട്ടോ. ഒറ്റ ഫിഗറിൽ തന്നെ വരയ്ക്കാം, നോ പ്രോബ്ലം ദെയർ. AB. ഓക്കെ, ആൻഡ് ഞാൻ ഈ പോയിന്റിനെ ഞാൻ D എന്നാണ് വിളിക്കുന്നത് കാരണം മറ്റൊരു പോയിന്റ് ആണല്ലോ. അപ്പൊ ഈ ആംഗിൾ 60 ഡിഗ്രി ആകുമ്പോഴുള്ള എന്താ നമുക്ക് വേണ്ടത്? ലെങ്ത് ഓഫ് ദ ഷാഡോ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതാണ് വേണ്ടത്. അപ്പൊ ഇതിനെ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ചോദിച്ചാല് ഈ സമയം ദാറ്റ് ഈസ് സണ്ണിന്റെ ഇലവേഷൻ ആയിട്ട് സണ്ണിന്റെ ഇലവേഷൻ അനുസരിച്ചിട്ട് എന്തിൽ മാത്രമേ മാറ്റം വരുത്തുള്ളൂ? ഷാഡോയുടെ ലെങ്ത്തിൽ മാത്രമേ മാറ്റം വരുത്തുള്ളൂ. ഹൈറ്റ് ഓഫ് ദ ടവർ റിമൈൻസ് ദ സെയിം ഇൻ ബോത്ത് ഓഫ് ദ സിറ്റുവേഷൻസ്, റൈറ്റ്? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രം ദ ഫസ്റ്റ് സിറ്റുവേഷൻ നമുക്ക് വി ആർ പ്രൊവൈഡഡ് വിത്ത് വൺ ഓഫ് ദ സൈഡ് ആൻഡ് ആൻ ആംഗിൾ അതർ ദാൻ 90 ഡിഗ്രി. അപ്പൊ അതിൽ നിന്നും വി ക്യാൻ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ഓക്കെ, അതിനെ യൂസ് ചെയ്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ഇവിടുത്തെ ലെങ്ത് ഓഫ് ദ ഷാഡോ കണ്ടുപിടിക്കാനായിട്ട് പറ്റും when the sun's elevation is 60 degree in measurement. Okay, so let us do that. എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? In the first case, okay, ഇവിടെ എനിക്ക് പറയാൻ പറ്റും in right triangle ABC. Okay, ABC എന്ന് പറയുന്ന റൈറ്റ് ട്രയാംഗിളില് 90 ഡിഗ്രി അല്ലാത്ത ആംഗിൾ ആരാണ്? 30 ഡിഗ്രി ആണ്. ഈ ആംഗിളിനെ സംബന്ധിച്ച് നമ്മുടെ എന്താണ് കണ്ടുപിടിക്കേണ്ട സൈഡ്? അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. കണ്ടുപിടിക്കേണ്ട സൈഡ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. ദാറ്റ് ഈസ് ഹൈറ്റ് ഓഫ് ദ ടവർ. ഓക്കെ, ആൻഡ് നമുക്ക് മെഷർമെന്റ് തന്നിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് അതിന്റെ അഡ്ജസന്റ് സൈഡ് ആണ്. ഓക്കെ, അഡ്ജസന്റ് സൈഡ് ആണ്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ opposite side by adjacent side is given by tan. Okay, the trigonometric ratio tan there. So tan 30 യുടെ value എന്താണ്? From the trigonometric ratio table I can say that the value of tan 30 is 1 by root 3 which is equal to opposite side. Okay, opposite side എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞൂടാ, അതാണ് നമ്മുടെ height of the tower divided by adjacent side എത്രയാണ്? നമ്മുടെ BC ആണ്, that is 30 meter. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് പറയാൻ പറ്റും ഹൈറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, ഹൈറ്റ് ഇസ് ഈക്വൽ ടു 30 divided by root 3 meter. ഈ രീതി കിട്ടും. അപ്പോൾ എന്ത് ചെയ്യാം? into root 3 divided by root 3 which is equal to എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 30 root 3 divided by 3 which is equal to 10 root 3 meter. That is the height of the tower. Okay, ആ ടവറിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 10 root 3 meter ആണ് കിട്ടുക. Okay, 10 root 3 meter. Okay, ഇത് തന്നെ എനിക്ക് ഇവിടെ ഉപയോഗിക്കാം, സെക്കൻഡ് സിറ്റുവേഷൻ ഉപയോഗിക്കാം. Because with respect to the sun's elevation, the change in the sun's elevation, only the length of the shadow changes. Okay, അപ്പോൾ നമുക്ക് എന്താണ്? The length of the height of the tower remains the same there. അങ്ങനെയാണെങ്കിൽ we can use the height of the tower. The measurement of height of the tower we found it in the first situation. In this situation also, that is എനിക്ക് ഇതിനെ 10 root 3 meter ആണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. So, ഇനി ഞാൻ സെക്കൻഡ് കേസ് നോക്കുമ്പോൾ അവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ട് and we have an angle other than 90 degree. Okay, അതുപോലെ one of the സൈഡും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? In triangle, okay, in right angle triangle ABD 90 ഡിഗ്രി അല്ലാത്ത ആംഗിൾ ആരാണ്? നമുക്ക് 60 ഡിഗ്രി ആണ് അല്ലേ? 90 ഡിഗ്രി അല്ലാത്ത ആംഗിൾ ആരാണ്? 60 ഡിഗ്രി ആണ്. ഈ ആംഗിളിനെ സംബന്ധിച്ച് മെഷർമെന്റ് ഉള്ളത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ആണ് AB, അതാണ് നമ്മുടെ ഹൈറ്റ് ഓഫ് ദ ടവർ. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ട സൈഡ്, ദ ലെങ്ത് ഓഫ് ദ ഷാഡോ വെൻ ദ ആംഗിൾ, ഓക്കെ, വെൻ ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് സൺ is 60 ഡിഗ്രി. അതെന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ BD, അത് അതിന്റെ അഡ്ജസന്റ് സൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് is given by the trigonometric ratio tan and the value of tan 60 from the trigonometric ratio table is root 3, okay, which is equal to opposite side ആരാണ്? നമ്മുടെ opposite side 10 root 3, okay, divided by adjacent side ആരാണ്? BD. അപ്പോൾ എനിക്ക് ഇവിടുന്ന് പറയാൻ പറ്റും BD is equal to 10 root 3 divided by root 3 which is equal to 10 meter. Okay, എത്ര ആയിട്ട് നമുക്ക് 10 meter ആണ് കിട്ടുക. That is, നമ്മൾ എന്ത് ചെയ്തു? In the first case we are provided with the angle of elevation of the sun as 30 degree and നമുക്ക് the length of the shadow as 30 meter. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? We found the height of the tower. Because അവിടുത്തെ ആ ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ സണ്ണിന്റെ elevation മാറുന്ന അനുസരിച്ചിട്ട് only the length of the shadow changes. Okay, the height of the tower remains the same in both of the cases. So ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇത് ഇവിടെ അപ്ലൈ ചെയ്തു. That is, we took the height of the tower as 10 root 3 meter. Okay, എന്നിട്ട് എന്ത് ചെയ്തു? We have taken the angle of elevation of sun as 60 degree measurement. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? We found out the length of the shadow by using the principles of trigonometry there. Clear?